എസ് ഫോർ കെമിസ്ട്രിയിലെ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ 15ാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫൈൻഡ് ദി ഡൈവേർജൻസ് ഓഫ് വി എന്ന് പറയുന്ന ഒരു വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്. വി ഈസ് ഈക്വൽ ടു എക്സ് വൈ ഇസഡ് ഐ ക്യാപ് പ്ലസ് 3x² y j പ്ലസ് x z² മൈനസ് y²z_k. അറ്റ് ദ പോയിന്റ് ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 2 -1 1. ഓക്കെ, അപ്പൊ ഈ ചോദ്യം വന്നിരിക്കുന്നത് 15ാമത്തെ പാഠം, നമ്മുടെ കാൽക്കുലസിലെ ടെക്സ്റ്റിലെ 15ാമത്തെ പാഠം, അത് വെക്ടർ ഫീൽഡ് എന്ന് പറയുന്ന പാഠത്തിലെ ആദ്യത്തെ സെക്ഷനിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ആ സെക്ഷനിൽ രണ്ട് കാര്യങ്ങളുണ്ട്, ഡൈവേർജൻസും ഉണ്ട്, അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട സാധനമാണ് കേൾ എന്താണെന്ന്. ഓക്കെ, കേൾ എന്താണെന്ന് കൂടി നിങ്ങൾ ഇതിന്റെ ഈ സെക്ഷനിൽ നോക്കിയേക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും നോക്കാൻ പോകുന്നത് ഡൈവേർജൻസ് ആണ്. അപ്പൊ ഡൈവേർജൻസിന്റെ ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു വെക്ടർ ഫീൽഡ് വി തരും. ആ വി എങ്ങനെയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ആ വിക്ക് നമുക്ക് വേണമെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് വിളിക്കാം. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഐ ക്യാപ്, അതായത് ആദ്യത്തെ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ്. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് എഫ് എന്ന് മാത്രം വിളിക്കാം. ഐ ക്യാപ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഇസഡ് ജെ. ഓക്കെ, ജി ഓഫ് എക്സ് വൈ ഇസഡ്. അപ്പൊ രണ്ടാമത്തെ ജെയുടെ കൂടെ കിടക്കുന്ന ആൾ ആരാണ്? ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ദെൻ എച്ച് ഓഫ് എക്സ് വൈ ഇസഡ്, എച്ച് ആണ് ഇസഡിന്റെ കൂടെ കിടക്കുന്ന ഫംഗ്ഷൻ. സോറി, കെയുടെ കൂടെ കിടക്കുന്ന ആളാണ് ആര്? എച്ച്. ഓക്കെ ആണല്ലോ. അപ്പൊ ഐയുടെ കൂടെ കിടക്കുന്ന ആളാണ് എഫ്, ജെയുടെ കൂടെ കിടക്കുന്ന ആളാണ് ജി, കെയുടെ കൂടെ കിടക്കുന്ന ആളാണ് എച്ച്. അപ്പൊ ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി എഫും ജിയും എച്ചും ഇങ്ങനെ ഒരു വെക്ടർ ഫീൽഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എഫിന്റെ അല്ലെങ്കിൽ വി എന്ന് പറയുന്ന വെക്ടർ ഫീൽഡിന്റെ ഡൈവേർജൻസ് എന്താണ്? ഡൈവേർജൻസിന്റെ ഫോർമുല ഇതാണ്. ഇത് കറക്റ്റ് ആയിട്ട് എഴുതി കാണാതെ പഠിച്ചു വെക്കണം. ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ ഇസഡ്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും ഡോ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. എന്താണ്? ഡോ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നിങ്ങൾക്ക് മുമ്പ് പഠിക്കാനുണ്ടായിരുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്താണെന്ന് കൂടി ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാം. നോക്കിക്കോ. അപ്പൊ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കാൻ പോവാണ്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. ആരാണ്? എക്സ് വൈ ഇസഡ്. ഇതിനകത്ത് നിങ്ങൾ ഐ ഒന്നും എഴുതി കളയല്ലേ. കാരണം എന്താ? ഐ വേണ്ട, ഐയുടെ കൂടെ കിടക്കുന്ന ആള് മാത്രം മതി. അപ്പൊ എക്സ് വൈ ഇസഡ് ആണ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, എക്സ് വൈ ഇസഡ് നോക്കണ്ട, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് വൈ ഇസഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഒന്ന് ചെയ്യാം. നിങ്ങൾക്ക് ഡെറിവേറ്റീവ് അറിയാവോ? ഡെറിവേറ്റീവ് എന്താണ്? ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, അപ്പൊ ഡെറിവേറ്റീവിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കിടക്കുന്ന ആളെ നോക്കുക, ആരാ? എക്സ്. അപ്പൊ എക്സ് ഉള്ള ആളിനെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഇവിടെ എക്സിന്റെ കൂടെ ആരുണ്ട്? വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. ഈ വൈയും ഇസഡും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡോ എഫ് ബൈ ഡോ എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോയുടെ കൂടെ കിടക്കുന്ന എവനെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി. ബാക്കിയുള്ളവരെല്ലാവരും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ വൈ ഇസഡിനെ വെളിയിലെടുത്തു. ഇനി വൈ സെഡ് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ കോൺസ്റ്റന്റിനെ അതുപോലെ എഴുതി. ഇനി എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അറിഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പോഴേ ഫോർമുല എഴുതിക്കും. ഇത് അങ്ങോട്ട് ആരും കാണത്തില്ല. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ എക്സിന്റെ മാത്രം ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ വൈ സെഡ് കോൺസ്റ്റന്റ് ആക്കി ഇട്ടു. എക്സിന്റെ ഡെറിവേറ്റീവ് എത്ര? 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ സെഡ്. അപ്പൊ ഡോ എഫ് ബൈ ഡോ എക്സ് കിട്ടി, വൈ സെഡ്. ഇനി നമുക്ക് ചെയ്യാം, ഡോ ജി ബൈ ഡോ വൈ വേണം. ഡോ ജി ബൈ ഡോ വൈ വേണം. അങ്ങനെയാണെങ്കിൽ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതിയില്ലല്ലോ. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആദ്യമേ എഴുതിയേക്കാം. ജി ഓഫ് എക്സ് വൈ സെഡ്, ജി ഓഫ് എക്സ് വൈ സെഡ്, ജി എന്ന് മാത്രം എഴുതിയാലും മതി. ജി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് ആരാ? 3x² y j ആണ്. 3x² j വേണ്ട, 3x² y ആണ്. ഓക്കെ, അപ്പൊ ഞാൻ അത് എഴുതി 3x² y, 3x² y. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ഡോ ജി ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. നേരത്തെ പറഞ്ഞ അതേ പരിപാടി. വൈ അല്ലാതെ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും കോൺസ്റ്റൻസ് ആണ്. വൈ അല്ലാതെ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും കോൺസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ വൈ അല്ലാതെ ആരുണ്ട്? 3 ഉണ്ട്, x² ഉണ്ട്. 3ഉം എഴുതി, x² എഴുതി. ഇനി വൈയുടെ ഡെറിവേറ്റീവ് എടുക്കണമല്ലോ. വൈയുടെ ഡെറിവേറ്റീവ് എന്താ? എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് 1, വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് 1. ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ വൈയുടെ ഡെറിവേറ്റീവ് 1 എഴുതണ്ടല്ലോ. ഇൻറ്റു 1 വേണമെങ്കിൽ എഴുതിയേക്കാം. ഈസ് ഈക്വൽ ടു 3x². ഇനി നമുക്ക് ആര് വേണം? എച്ച് വേണം. എച്ചിന്റെ ഫംഗ്ഷൻ എഴുതാലോ. എച്ച് ഓഫ് എക്സ് വൈ ഇസഡ്, എച്ച് ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് എക്സ് ഇസഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസഡ് ആണ്. രണ്ടുപേര് വന്നാൽ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ എക്സ് ഇസഡ് സ്ക്വയർ എന്താണ്? എക്സ് ഇസഡ് സ്ക്വയർ
മൈനസ് എക്സ് ഇസഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസഡ്, എക്സ് ഇസഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസഡ്. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഡോ എച്ച് ബൈ ഡോ ഇസഡ് കണ്ടുപിടിക്കണം. ഡോ എച്ച് ബൈ ഡോ ഇസഡ് കണ്ടുപിടിക്കാൻ നോക്കിക്കോ. ഡോ ഇസഡ് ആണ്, ഡോ ഇസഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇസഡ് അല്ലാത്ത ബാക്കിയുള്ള ഒരു കോൺസ്റ്റന്റ്. അപ്പൊ ഓരോരുത്തരുടെയും ഡെറിവേറ്റീവ് എടുക്കുക. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം മൈനസ് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. എക്സ് ഇസഡ് സ്ക്വയർ, ഇസഡ് അല്ലാത്ത ബാക്കി ആരുണ്ട്? എക്സ് ഉണ്ട്. അപ്പൊ എക്സ് കോൺസ്റ്റന്റ് ആണ്. ഇനി ഇസഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഇസഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവിന് ഈ ഇക്വേഷൻ മതിയല്ലോ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? 2x ആണ്. അപ്പോ ഡി ബൈ ഡി ഇസഡ് ഓഫ് ഇസഡ് സ്ക്വയർ എന്തായിരിക്കും? 2z ആയിരിക്കും. ഡിയും ഡോയും ഒക്കെ ഒന്നാണ് കേട്ടോ. പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മറ്റേ ആളെ മാറ്റിയ ബാക്കി ഡി ആണ്. ഓക്കെ, അപ്പൊ ഇസഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2z വരും. അപ്പൊ ഇൻറ്റു 2z മൈനസ് വൈ സ്ക്വയർ ഇസഡിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് അല്ലേ ഡെറിവേറ്റീവ് എടുക്കുന്ന? അപ്പൊ ഇസഡ് അല്ലാത്ത ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ്സ് ആണല്ലോ. വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് തെറ്റിപ്പോലെ. ഇനി വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. ബാക്കി ആര് മാത്രമേ ഉള്ളൂ? ഇസഡ് മാത്രമേ ഉള്ളൂ. ഇസഡിന്റെ ഡെറിവേറ്റീവ് എത്ര? 1 ആണ് നമുക്കറിയാം. ഇനി നമുക്കിത് ഗുണിച്ചെഴുതിയാൽ മതിയല്ലോ. 2x മൈനസ് വൈ സ്ക്വയർ. ഓക്കെ ആണ്. അപ്പൊ നമ്മൾ ഡൈവേർജന്റിനുള്ള ആൾക്കാരെ എല്ലാവരും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഡൈവേർജന്റ് എഫ് എഴുതാം. ഡൈവേർജന്റ് എഫ് അല്ല, നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഡൈവേർജന്റ് വി അല്ലേ? ഡൈവേർജന്റ് വി എഴുതി. എന്നിട്ട് ഇതാണ് ഡോ എഫ് ബൈ ഡോ എക്സും ഡോ ജി ബൈ ഡോ വൈയും ഡോ എച്ച് ബൈ ഡോ ഇസഡും കൂടെ കൂട്ടിയാൽ പോരെ? അപ്പൊ ഡോ എഫ് ബൈ ഡോ എക്സ് നമുക്കറിയാം വൈ ഇസഡ് ആണ്. അപ്പൊ ഞാൻ ആദ്യമേ എഴുതി വൈ ഇസഡ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ആരായിരുന്നു? 3x² ആയിരുന്നു അല്ലെ? 3x² ആയിരുന്നു. അപ്പൊ ഞാൻ എന്ത് എഴുതി? 3x² എഴുതി. 3x² എഴുതി. നെക്സ്റ്റ് ഡോ എച്ച് ബൈ ഡോ ഇസഡ് ആരാ? ദയവനല്ലേ? 2xz മൈനസ് വൈ ഇസഡ് എഴുതി. ഓക്കെ, വൈ സ്ക്വയർ ആണ്, അത് വൈ സ്ക്വയർ ആണ്. വൈ സ്ക്വയർ ആയസ്. അപ്പൊ 2xz മൈനസ് വൈ സ്ക്വയർ എഴുതി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി കുറയ്ക്കാനും കൂട്ടാനും ഒന്നും ആരുമില്ല. ഡൈവേർജന്റ് വി കണ്ടുപിടിച്ചു. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഡൈവേർജന്റ് വി അറ്റ് ദ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ തന്നിട്ടുണ്ട്. 2 മൈനസ് 1 1. ഈ പോയിന്റ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ. നോക്കിയേ, ഈ പോയിന്റ് കണ്ടുപിടിച്ച 2 ആണ് എക്സ് എന്നും അടുത്ത് കിടക്കുന്ന ആള് വൈ ആണെന്നും അടുത്ത് കിടക്കുന്ന ആള് ഇസഡ് ആണെന്നും അറിയാലോ. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 2 എന്നും വൈ ഈസ് ഈക്വൽ ടു മൈനസ് 1 എന്നും ഇസഡ് ഈസ് ഈക്വൽ ടു 1 എന്നും നമ്മുടെ ഉത്തരത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. സോ at 2 എത്രയായിരുന്നു? 2 1 മൈനസ് 1 അല്ലെ? 2 മൈനസ് 1 1. സോ 2 മൈനസ് 1 1 അറ്റ് 2 മൈനസ് 1 1 എന്ന് പറയുന്ന പോയിന്റില് ഡൈവർജന്റ് വി എന്ന് പറയുന്നത് ഈ പോയിന്റിൽ ഇട്ട് കൊടുത്താൽ പോരെ? വൈ എന്ന് പറയുന്നത് എത്രയാ? മൈനസ് 1 ആണല്ലേ? അപ്പൊ മൈനസ് 1 ഇൻറ്റു ഇസഡ് എത്രയാ? 1 ആണ്. മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറയുന്നത് 2 ആണല്ലോ. അപ്പൊ എക്സിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 2 ആണല്ലോ. ഇൻറ്റു ഇസഡ് എന്ന് പറയുന്നത് 1 ആണ്. ഇതെല്ലാം എഴുതുക. 2xz എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1. ഓക്കെ, മൈനസ് വൈയുടെ സ്ക്വയർ. വൈ മൈനസ് 1 ആയിരുന്നല്ലോ. അപ്പൊ മൈനസ് 1ന്റെ സ്ക്വയർ തെറ്റിക്കല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് 3 ഇൻറ്റു 2 സ്ക്വയർ 4 ആണ്. 3 ഇൻറ്റു 4 12 ആണ് അല്ലെ? പ്ലസ് 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 1 4 മൈനസ് 1ന്റെ സ്ക്വയർ എത്ര? 1. ഓക്കെ ആണല്ലോ. അപ്പോ പ്ലസ് കിടക്കുന്ന ആൾക്കാരെ എല്ലാം കൂട്ടി എഴുതാം 16. മൈനസ് കിടക്കുന്നവരെല്ലാം കൂട്ടി മൈനസ് ഇട്ട് കൊടുത്തു. 1 1 2. 16ൽ നിന്ന് 2 കുറച്ച് എത്ര? 14 ആണ് നമ്മുടെ ഡൈവേർജന്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പൊ ഡൈവേർജന്റ് ചോദിച്ചാൽ അതിന് മറന്നു പോലെ ഡൈവേർജന്റ് ഫോർമുല എഴുതി കാണാതെ പഠിച്ചു വെച്ചേക്കണം. അതിന്റെ കാരണം എന്താ? ഡൈവേർജന്റ് ഫോർമുല മാത്രം 1 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഡൈവേർജൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൈൻ ഡൈവേർജൻസ് ചോദിച്ചത് മൊത്തം എഴുതണേ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഈ പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഡൈവേർജൻസ് ഇതാണെന്നുള്ള രീതി തന്നെ എഴുതണേ. അപ്പൊ ഓക്കെ ആണല്ലോ.